സുഹൃത്തുക്കളെ, ദോഹയിൽ ഞാനൊരു 3 വർഷമോ 4 വർഷത്തിന് മുമ്പ് പോയിരുന്നു. ചരിഷ്മ ആർട്സ് അവിടെ ഒരു കലാപരിപാടി നടത്തി. അതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, എൻ്റെ ഗാനങ്ങൾ മാത്രമാണ് അന്നവർ അവിടെ ഉള്ളവരെല്ലാം കൂടെ ചേർന്ന് കഴിയുന്നത്ര നന്നായി അത് അവതരിപ്പിച്ചു. അവിടെ ഒരു വലിയൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഗാനമേളയിലെ പകുതി പാട്ടുകൾ സ്റ്റേജിൽ പാടുകയും പകുതി പാട്ടുകൾ സ്റ്റേജിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അതായത് ഏത് പാട്ടുകളൊക്കെ ആണെന്ന് ഓർക്കുന്നില്ല. കുഞ്ഞിന് വേണോ എന്നുള്ള പാട്ടുകളൊക്കെ ഒരു കുട്ടിയുമായിട്ട് സ്റ്റേജിൽ വന്ന് അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒരു 2-3-4 എണ്ണം നല്ല ഡാൻസോടുകൂടി, നൃത്തത്തോടുകൂടി അത് സ്റ്റേജിൽ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു, പാടുന്നുമുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേകത അന്നത്തെ ആ അവതരണത്തിന് ഉണ്ടായിരുന്നു. പുതിയൊരു അവതരണ രീതിയാണ്. അതിവിടെയും പിന്നീട് പകർത്താമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്. അവർക്ക് ഒരു പ്രത്യേകം നന്ദി ഞാൻ മറന്നു പോകും, അതുകൊണ്ട് നേരത്തെ അങ്ങ് പറയുകയാണ്. 1958 ചതുരംഗം എന്ന പടത്തിന് ഞാൻ സംഗീതം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ ഓഫീസിൽ ഞാൻ കിടന്ന റൂമിൽ ഇവിടം വരെ മിക്കവാറും ഞങ്ങൾ കാണും, പരദൂഷണം പറയുകയും ചെയ്യും. ഇതാണ് ഞങ്ങളുടെ തൊഴിൽ. പിന്നീട് അതൊരു സുഖമായതുകൊണ്ട് അങ്ങ് നടത്തി. പിന്നീട് പല സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചു. ഞാനും പല പടങ്ങളിൽ സംഗീത സംവിധാനം ചെയ്തു. അഭിനയിച്ചതിൻ്റെ ഒരു പ്രത്യേകത, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഈ ബഹദൂറിനെയും അടൂർ ഭാസിയെയും ഏത് സിനിമയിൽ ആദ്യമായി കണ്ടാലും എൻ്റെ ഭാര്യ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, ഇത് ആരാ വരുന്നത് എന്ന് ആദ്യം ഒരു ചോദ്യം അങ്ങ് ചോദിക്കും. ഇതാരും കേൾക്കാനല്ല, തന്നെത്താനുള്ള ഒരു ആസ്വാദനമാണ്. ആരാ ഈ വരുന്നത് എന്നൊരു പറച്ചിലുണ്ട്. അതാണ് ഈ മാലപ്പടക്കം എന്ന് പറഞ്ഞതിൻ്റെ ഒരു വിശേഷം. ശരിയാണ്, മാലപ്പടക്കം തന്നെയായിരുന്നു. അവരെ കണ്ടാൽ എല്ലാവരും അങ്ങ് പൊട്ടിയങ്ങ് ചിരിക്കും. കഥാപാത്രം എന്താണെന്നൊന്നും അറിയണ്ട, അവരെ കണ്ടാൽ മതി, കണ്ടാൽ ഉടനെ അങ്ങ് ചിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം ഒരു ക്യാരക്ടർ നടനായി മാറി, വയ്യാതായി. ഇവിടെ നേരത്തെ പറയുന്നത് കേട്ടു, ഒന്നും സമ്പാദിച്ചില്ല എന്ന്. ശരിയാണ്, കയ്യിലിരിപ്പ് കൊണ്ടാണ് ഒന്നും സമ്പാദിക്കാൻ സാധിക്കാതെ. അത്ര നല്ല കയ്യിലിരിപ്പാണ്. ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അംശം പറയാം. ഞാനിവിടെ അസുഖമായിട്ട് ഒരു സ്ട്രോക്ക് വന്നിട്ട് അസുഖമായിട്ട് കിടന്നു. അതിന് ഒരു 50 ദിവസം ആശുപത്രിയിൽ കിടന്നു. അതാണ് എനിക്ക് നടക്കാനൊന്നും വയ്യ, ഇവിടെ എഴുന്നേക്കാൻ വയ്യ. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം കയറി അങ്ങോട്ട് വന്നു. കുറേ നാൾ കഴിഞ്ഞു. അപ്പോഴൊന്നും പുള്ളിയുടെ കയ്യിൽ പണമൊന്നും അങ്ങനെ അധികമായിട്ടില്ല. എവിടെന്നോ ഒരു 1000 രൂപ തപ്പിക്കൊണ്ട് വന്നിട്ട് എങ്ങനെയെങ്കിലും ഇത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം എന്നും പറഞ്ഞ് ഒരു കരച്ചിൽ നടത്തി എൻ്റെ കയ്യിൽ പിടിച്ച്, എനിക്ക് കാശിൻ്റെ ആവശ്യമില്ല എങ്കിലും ഏൽപ്പിച്ചിട്ട് പോയി. ഇതാണ് കയ്യിലിരിപ്പ്. സഹായിക്കുക. അങ്ങനെ സഹായിച്ച് ഈ പരുവത്തിലായി, ഏകദേശം ഇപ്പോൾ കാണുന്ന പരുവത്തിലായിട്ടുണ്ട്. അപ്പോ അദ്ദേഹത്തിലെ ഒരു വലിയ കലാകാരനുണ്ട്. അദ്ദേഹത്തിനെയാണ് നമ്മളിന്ന് ബഹുമാനിക്കുന്നത്. അദ്ദേഹം ആ ബഹുമാനം അർഹിക്കുന്നു. ഇത്രയും നല്ലവനായ ഒരാളിനെ സിനിമയിൽ കാണാൻ വളരെ പ്രയാസം. വളരെ വളരെ സന്മനസ്സുള്ള ഒരു മനുഷ്യൻ. ആർക്ക് എവിടെ എന്ത് കണ്ടാൽ, ഇന്ന് ട്രെയിനിലൊരു കാര്യം പറയുന്നത് കേട്ടു. ആരും ഒരാളാണ് സമർത്തത്. ഇദ്ദേഹം ട്രെയിനിൽ വരുന്നു. അപ്പോ ട്രെയിനിൽ ഒരാളിനെ കണ്ടു. അപ്പൊ അദ്ദേഹമായിട്ട് അടുത്ത് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു, അവർ ഫാമിലി ആയിട്ടാ അമേരിക്കുന്നത്. എന്തിനാ? അപ്പൊ ഞങ്ങൾ അവിടെ ഒരു ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്.
എന്ന് പറഞ്ഞു. ആ ശരി, അങ്ങനെയാണെങ്കിൽ കൊള്ളാമല്ലോ, എന്റെ വീട്ടിൽ താമസിച്ചോളൂ. അവര് നല്ല ഹോട്ടലിൽ താമസിച്ചോളൂ. അത് വിടാ അത് സമ്മതിക്കാതെ ഈ തന്റെ വീട്ടിൽ താമസിപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല, അവനെന്ത് ചെയ്തു, ഈ സമയം മുതലാക്കി വെളിയിൽ പോയാൽ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് വരണ്ട, അവർ മര്യാദയായിട്ട് പെരുമാറണ്ടേ. അവര് കൃത്യമായി ഉച്ചയ്ക്ക് ഇവിടെ എത്തിയിരിക്കും. ഇദ്ദേഹത്തിനാണെങ്കിൽ കൃത്യമായി അത് ഒരു ഭാര്യ കൂടെ ഉണ്ട് ദൈവത്തിന്. ഈ എല്ലാ വരുന്ന സകല ആളുകൾക്കും വെച്ച് വിളമ്പുക എന്നുള്ള ഒരു തൊഴിൽ മാത്രമാണ് ആ സ്ത്രീ. പിന്നെ 2-3-4 കുട്ടികളെ ഇപ്പൊ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ ഒരു ഉപകാരം എന്ന് പറയും. അതുപോലെ ഒരു ഭാര്യയെ കിട്ടാൻ വളരെ പ്രയാസമാണ്. അദ്ദേഹത്തിന്റെ കൂടെ തന്നെ അദ്ദേഹം നടിച്ചാലും ശരി, എന്തായിരുന്നാലും ശരി, അദ്ദേഹത്തിന്റെ കൂടെ എത്രയും കാലം താമസിച്ചു. എങ്കിലും അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ എനിക്ക് അവരെ പറ്റി ഇവിടെ ഓർമ്മിക്കാൻ ഓർത്തിയില്ല. എന്റെ അടുത്ത് തന്നെയാണ് താമസം മദ്രാസില്. ഞാൻ ഇന്ന് വരാൻ കാരണവും ബഹദൂർ ആയതുകൊണ്ടാണ് വന്നതും. അദ്ദേഹത്തിന് ഇനി ഒരു 100 വർഷം കൂടി ജീവിച്ചിരിക്കാനുള്ള ആയുസ് നൽകണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കള്ളമാ എങ്കിലും നടക്കുന്ന കാര്യമല്ല, ആർക്കും നടക്കുന്ന കാര്യമല്ല. എങ്കിലും നമുക്കത് സാധാരണയായി പറയുന്ന പതിവായതുകൊണ്ട് അദ്ദേഹത്തിന് ആശംസിച്ചുകൊണ്ട് ഞാൻ പിന്മാറുന്നു. നമസ്കാരം.